എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കൊരു ഫുൾ ചിക്കൻ നമ്മൾ കുക്കറിലിട്ടേക്ക് വേവിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെയിറ്റ്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇത് കാശ്മീരി ചില്ലിയാണ്, ചിക്കൻ മസാല, മാഗി ക്യൂബിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു പീസ് മതി, ഗരം മസാല, ഉപ്പ്. ഇതാണ് ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല. അപ്പോൾ വെളുത്തുള്ളി, ചപ്പ്, പുതിന, ഇഞ്ചി, വലിയ ജീരകം ഇതൊക്കെ കൂടി അരച്ചിട്ട ഒരു പേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് ചപ്പും പുതിനയും വേണം. ഇത്ര ഐറ്റംസ് ഒക്കെ മതിയിട്ട് നമ്മൾ കോഴിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും തയ്യാറാക്കാം. കോഴിനെ അങ്ങോട്ട് കണ്ടേ. അപ്പോൾ കോഴി കുട്ടപ്പം കോഴി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ ഇവിടെ ഒന്ന് നമുക്ക് വര ഇട്ട് കൊടുക്കണം. എന്നാലാണ് മസാല ഒക്കെ നല്ല പോലെ പിടിക്കുക. അപ്പൊ നമ്മള് വരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ പിടിപ്പിക്കാം. നമ്മള് എല്ലാവരും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ചേർക്കാം. കുറച്ച് മതി, അത്യാവശ്യത്തിൽ കൂടി മതി. പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റിയുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. എരിയാണ് നല്ലോ. അപ്പൊ നമ്മളെ ചിക്കൻ എടുക്കാം. നമുക്കത് തേച്ചു ഇതിലോട്ടൊന്ന് കുറച്ച് ആക്കി കൊടുക്കാം. അവിടെ കൊത്തി പെരുക്കി കൊടുക്കാം. കുറച്ച് പോലെ ആക്കി കൊടുക്കാം. നമ്മുടെ കോഴി ഇപ്പൊ കുട്ടപ്പനായിട്ടുണ്ട്. മസാല ഇത് ഈ മടന്റെ ഇപ്പോഴത്തെ സമയം ഇപ്പോൾ കുറച്ച് നേരമായി. കുറച്ച് അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മള് ഇത് നല്ല നേരാക്കി പിടിച്ചിരിക്കും. കുക്ക് ചെയ്യണില്ല, നാളെ ചെയ്യാം. അപ്പൊ അപ്പത്തേനും നമ്മളെ ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ടാവും. കുക്കറിലിട്ട് നമ്മള് വേവിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഒന്നും നോക്കാല്ല, നേരെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കാം. ഞാൻ കൊണ്ടുപോയി വെക്കണോ അമ്മച്ചിയുണ്ട്. അപ്പൊ നമ്മളെ ചിക്കൻ ഒന്ന് കടത്തി
വെക്കണം നമുക്ക്. ഇങ്ങോട്ട് വന്നേ. കൊള്ളുന്നില്ല അതില്. നമുക്ക് മുറിച്ച് വെക്കാം. ഇനി ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പൊ ഇത് നമുക്ക് ഈ വാഴയില വെച്ചിട്ട് അരച്ചു വെക്കാം. ഈ വാഴ കുറച്ച് വാഴ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ ചിക്കൻ തന്നെ ആക്കി വെച്ചത് ചിക്കനാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ എടുക്കാം. സൂപ്പർ. പക്ഷെ പോകാം. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഗെയ്സ്. അപ്പൊ നമുക്ക് ഈ ഇലയിലേക്ക് ഇത് മാറ്റാം ഗെയ്സ്. നല്ല അടിപൊളി സൂപ്പർ മണം. നല്ല രസമുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ചിക്കൻ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ടോ? ഇലയിൽ ആരെങ്കിലും ചോറ് കിട്ടുന്ന സ്റ്റൈലിലേക്ക്. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ അടിപൊളിയാണ് ഇത്. ഞാൻ കഴിച്ചിട്ടില്ല. എന്താ നമുക്കൊരു അപ്പൊ ഗെയ്സ് നമുക്ക് ഇതിൽ കുറച്ച് സാധാ ചോറുണ്ട്, പിന്നെ ആട് വരച്ചുണ്ട്, നല്ല ആട് സൂപ്പ് ഉണ്ട്, പിന്നെ മയോണീസ് ഉണ്ട്, പിന്നെ നമ്മളെ ചിക്കൻ ഉണ്ട് നമ്മളിപ്പോ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മച്ചി വീഡിയോ എടുക്കേണ്ട മുമ്പ് ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ഇത് കുഴിമന്തിയാണ് കേട്ടോ. നമ്മൾ പൊരിച്ച് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ചോറ് കഴിക്കേണ്ട പരിപാടി നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണം ഫ്രണ്ട്സ്. അപ്പൊ അതിനു മുമ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ടും പിന്നെ കാണാം. ടാറ്റാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.